പ്രശസ്ത വേദശാസ്ത്ര പണ്ഡിതനും ഓർത്തഡോക്സ് വൈദിക സെമിനാരി അധ്യാപകനും നിരണം ഭദ്രാസനത്തിന്റെ അധിപനുമായ സഭാരത്നം ഡോക്ടർ ഗീവർഗീസ് മാർ ഒസ്താത്യോസ് മെത്രാപ്പൊലീത്ത 1918 ഡിസംബർ 9 ജനിച്ചു. 2011 അദ്ദേഹം 94 വയസ്സ് പൂർത്തിയാക്കുകയാണ്. അദ്ദേഹത്തിന്റെ വേദശാസ്ത്ര പഠനം ജബൽപൂരിലായിരുന്നു. 1943-47 കാലഘട്ടത്തിൽ ജബൽപൂരിൽ അദ്ദേഹം BD പഠനം ഉന്നത മാർക്കോടുകൂടി പാസ്സായി. 1948 മുതൽ 51 വരെ വേദശാസ്ത്രത്തിൽ ഉപരിപഠനം നടത്തിയത് അമേരിക്കയിലാണ്. അമേരിക്കയിലെ ന്യൂജേഴ്സിയിൽ MA STM ബിരുദങ്ങൾ കരസ്ഥമാക്കി. 1993 സറാംപൂർ യൂണിവേഴ്സിറ്റി ഡോക്ടറേറ്റ് നൽകി ഡോക്ടർ ഗീവർഗീസ് മാർ ഒസ്താത്യോസ് മെത്രാപ്പൊലീത്തായെ ആദരിച്ചു. വേദശാസ്ത്രത്തിൽ ഉന്നതമായ ബിരുദങ്ങൾ കരസ്ഥമാക്കിയ തിരുമേനി 60-ൽ പരം പുസ്തകങ്ങളും 1000-ൽ പരം പ്രബന്ധങ്ങളും ലോകത്തിന് പ്രദാനം ചെയ്ത വന്യനായ തിരുമേനിയുടെ ജീവിതം 5 ഘട്ടങ്ങളിൽ കൂടി വളർന്നു വന്നതാണെന്ന് അദ്ദേഹം തന്നെ സാക്ഷിക്കുന്നുണ്ട്. അഭിമന്യനായ ഡോക്ടർ ഗീവർഗീസ് മാർ ഒസ്താത്യോസ് തിരുമേനിയുടെ വേദശാസ്ത്ര ചിന്തകളുടെ വളർച്ച 5 ഘട്ടങ്ങളിലായിട്ട് ക്രമീകരിക്കുവാനായിട്ട് കഴിയും. അദ്ദേഹം തന്നെ പറയുന്നു, ഒന്നാമത്തെ കാലഘട്ടം എന്ന് പറയുന്നത് അദ്ദേഹം ഒരു മൗലികവാദിയായിരുന്നു. ഫണ്ടമെന്റലിസ്റ്റ് എന്നാണ് അദ്ദേഹം അത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. 1941 മുതൽ 51 വരെയുള്ള കാലഘട്ടമാണ് മൗലികവാദി എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത്. ഈ കാലഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ പ്രധാന കർമ്മമേഖല എന്ന് പറയുന്നത് സുവിശേഷ പ്രസംഗമായിരുന്നു. ചെറിയ ചെറിയ യോഗങ്ങളിൽ അദ്ദേഹം പോകുമായിരുന്നു. വേദപുസ്തകം പഠിക്കുമായിരുന്നു, വേദപുസ്തകം വായിക്കുമായിരുന്നു, വേദപുസ്തക ഭാഗങ്ങൾ സംക്ഷിപ്തമായി എഴുതുമായിരുന്നു. ഇങ്ങനെ വേദപുസ്തകത്തിൽ അധിഷ്ഠിതമായ കർമ്മ മേഖലയാണ് അദ്ദേഹം രൂപപ്പെടുത്തിയത്. വിശ്വാസപരമായ കാര്യങ്ങൾക്ക് അദ്ദേഹം പ്രാധാന്യം നൽകി. അദ്ദേഹത്തിന്റെ രചനകളൊക്കെ വിശ്വാസത്തിൽ കേന്ദ്രീകരിച്ച് നിലനിന്നിരുന്നു. അതുകൊണ്ട് മൗലികവാദി എന്നാണ് അദ്ദേഹം ആ കാലഘട്ടത്തെക്കുറിച്ച് പറഞ്ഞിരുന്നത്. ക്രിസ്തീയ സുവിശേഷം പ്രചരിപ്പിക്കുക, ലോകത്തിന്റെ അറ്റത്തോളം ദൈവവചനം എത്തിക്കുക, ഇങ്ങനെയുള്ള ഒരു സുവിശേഷകൻ എന്ന നിലയിൽ അദ്ദേഹം അറിയപ്പെട്ടത് ഈ കാലഘട്ടത്തിലാണ്. ഡോക്ടർ ഗീവർഗീസ് മാർ ഒസ്താത്യോസ് തിരുമേനിയുടെ ജീവിതത്തിന്റെ രണ്ടാമത്തെ കാലഘട്ടം 1951 മുതൽ ഏതാണ്ട് 75 വരെയുള്ള കാലഘട്ടമാണ്. ഈ സമയത്ത് അദ്ദേഹം അറിയപ്പെട്ടത് ഒരു വലിയ കൺവെൻഷൻ പ്രസംഗകനായിട്ടാണ്. അമേരിക്കയിൽ അദ്ദേഹം പഠനം നടത്തി തിരികെ എത്തി മലങ്കര സഭയിൽ അങ്ങോളം ഇങ്ങോളം കൺവെൻഷൻ പ്രസംഗത്തിന് വേണ്ടി നിരന്തരം നടത്തി. അതുകൊണ്ട് കൺവെൻഷൻ അദ്ദേഹത്തിന് ഹരമായിരുന്നു. ദൈവവചനം പഠിപ്പിച്ചു, ദൈവവചനം എല്ലായിടവും പ്രഘോഷിക്കുവാനായിട്ട് അദ്ദേഹത്തിന് കഴിഞ്ഞു. ഒരുപക്ഷെ ആ കാലഘട്ടം പ്രത്യേകം നമ്മൾ ഓർത്തിരിക്കണം. കൺവെൻഷൻ പ്രസംഗം മലങ്കര സഭയിൽ നിറഞ്ഞു നിന്ന ഒരു കാലഘട്ടമല്ല. MV ജോർജ് അച്ഛന്റെ പ്രസംഗമാണ് ശക്തമായി സ്വാധീനം ചെലുത്തിയത്. അനേകരെ ദൈവസഭയിലേക്ക്, കർത്തൃ ശുശ്രൂഷയിലേക്ക് ആകർഷിച്ചത് MV ജോർജ് അച്ഛന്റെ കൺവെൻഷൻ പ്രസംഗത്തിൽ കൂടിയാണ്. 75 എന്ന് ക്ലിപ്തപ്പെടുത്തുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ 1975 അദ്ദേഹം മെത്രാപ്പൊലീത്ത സ്ഥാനത്തേക്ക് ഉയർത്തപ്പെട്ടത്. തുടർന്ന് അദ്ദേഹത്തിന്റെ കർമ്മമേഖല വേറൊരു തരത്തിലേക്ക് വ്യാപരിച്ചു. അജപാലകനായി, നിരണം ഭദ്രാസനാധിപനായി അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ വ്യാപപ്പെട്ടത് ഈ കാലഘട്ടത്തിലാണ്. ഒരു കൺവെൻഷൻ പ്രസംഗകൻ എന്ന നിലയിൽ സഭയിൽ അങ്ങോളം ഇങ്ങോളം നിറഞ്ഞു നിന്നത് 1951 മുതൽ 75 വരെയുള്ള കാലഘട്ടമാണ്. ഈ കാലഘട്ടത്തിൽ അദ്ദേഹം വൈദികനായിരുന്നു. MV ജോർജ് അച്ഛനായിട്ട് അറിയപ്പെട്ടു. അന്നത്തെ നോട്ടീസുകളിലൊക്കെ ഇങ്ങനെയാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്, ഫാദർ MV ജോർജ് MA BD STM എന്നാണ്. അഭിമന്യ ഡോക്ടർ ഗീവർഗീസ് മാർ ഒസ്താത്യോസ് തിരുമേനിയുടെ ജീവിതത്തിന്റെ മൂന്നാമത്തെ കാലഘട്ടം എന്ന് പറയുന്നത് അധ്യാപകൻ, എഴുത്തുകാരൻ എന്ന നിലയിലുള്ളതാണ്.
ഇത് 1951 മുതലുള്ള കാലഘട്ടത്തെ നിർണ്ണയിക്കാം. അദ്ദേഹം MA-BD STMI തിരിച്ചു വന്ന ഉടൻ തന്നെ ഓർത്തഡോക്സ് വൈദിക സെമിനാരിയിൽ അധ്യാപകനായി നിയമിതനായി. അദ്ദേഹം എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്, വൈദിക സെമിനാരിയിലെ അധ്യാപന ജീവിതമാണ് ഇനിയൊരു എഴുത്തുകാരനാക്കി തീർത്തതും വേദശാസ്ത്രജ്ഞനാക്കി തീർത്തതും. 50-ലധികം വർഷം ഓർത്തഡോക്സ് വൈദിക സെമിനാരിയിൽ അദ്ദേഹം പഠിപ്പിച്ചു, വിദ്യാർത്ഥികളുമായി ഇടപെട്ടു, വേദപ്രക്രിയയിൽ വ്യാപരിച്ചു, കർമ്മമണ്ഡലങ്ങൾ എഴുത്തുകളിൽ കൂടി അനേകായിരങ്ങളെ പഠിപ്പിച്ചു. ഇംഗ്ലീഷിലും മലയാളത്തിലും സുന്ദരമായി അദ്ദേഹം എഴുതും. പുസ്തകങ്ങൾ മാത്രമല്ല, പ്രൗഢഗംഭീരമായ ഗ്രന്ഥങ്ങളും പ്രബന്ധങ്ങളും അദ്ദേഹം എഴുതുമായിരുന്നു. അധ്യാപകൻ എന്ന നിലയിലും എഴുത്തുകാരൻ എന്ന നിലയിലും അദ്ദേഹം ഇന്ന് വളരെ പ്രശസ്തനാണ്. അധ്യാപനം ഒരു കലയായിട്ട്, ശുശ്രൂഷയായിട്ട് അദ്ദേഹം ഏറ്റെടുത്തത് നന്ദിയോടെ നമ്മൾ ഓർത്തിരിക്കണം. അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരാണ് ഇന്ന് സഭയിലുള്ള 30-ലധികം തിരുമേനിമാര്. അദ്ദേഹത്തിന്റെ ശിഷ്യനാണ് ഇപ്പോഴത്തെ പരിശുദ്ധ കാതോലിക്ക ബാവ. അങ്ങനെ ഈ അധ്യാപന ശുശ്രൂഷ വളരെ പ്രതിബദ്ധതയോടുകൂടി ഏറ്റെടുത്ത പിതാവാണ് ഡോക്ടർ ഗീവർഗീസ് മാർ ഒസ്താത്യോസ് തിരുമേനി. ഡോക്ടർ ഗീവർഗീസ് മാർ ഒസ്താത്യോസ് തിരുമേനിയുടെ വേദശാസ്ത്ര ചിന്തകളുടെ വളർച്ചയെ നാലാമതായി രൂപപ്പെടുത്തുന്നത് അദ്ദേഹത്തിന്റെ വേദശാസ്ത്രജ്ഞൻ എന്ന നിലയിലാണ്. അദ്ദേഹം അധ്യാപകനും എഴുത്തുകാരനും പ്രസംഗകനും ഒക്കെ ആയിരുന്നെങ്കിലും പ്രൗഢമായ വേദശാസ്ത്ര ഗ്രന്ഥങ്ങൾ രൂപപ്പെടുന്നത് 1980-കൾ മുതലാണ്. വർഗരഹിത സമൂഹം എന്ന് പറഞ്ഞ പുസ്തകത്തിന്റെ രചനയോടുകൂടിയാണ് ആഗോളതലത്തിൽ ഡോക്ടർ ഗീവർഗീസ് മാർ ഒസ്താത്യോസ് തിരുമേനിയുടെ വേദശാസ്ത്ര ചിന്തകൾ ശ്രദ്ധിക്കപ്പെടുന്നത്. 1980 മുതൽ ഇന്നുവരെ 1911-12 കാലഘട്ടം വരെ അദ്ദേഹത്തിന്റെ എഴുത്തുകൾ, രചനകൾ, അതിന് വിവിധങ്ങളായ തലങ്ങളുണ്ട്. വേദശാസ്ത്രം എന്ന നിലയിൽ അറിയപ്പെട്ടു. 60-ൽ പരം പുസ്തകങ്ങൾ, ഇംഗ്ലീഷിലുള്ള ഗ്രന്ഥങ്ങൾ, മലയാളത്തിലുള്ള ഗ്രന്ഥങ്ങൾ, ജർമ്മൻ ഭാഷയിലേക്ക് ഭാഷാന്തരപ്പെടുത്തിയുള്ള കൃതികൾ, ഇങ്ങനെ ആഗോളതലത്തിൽ അദ്ദേഹത്തിന്റെ രചനകൾ വളരെ പ്രശസ്തമാണ്. വേദശാസ്ത്രജ്ഞൻ, എഴുത്തുകാരൻ. ഒരു വ്യക്തി എന്നെന്നും നിലനിൽക്കുന്നത് അദ്ദേഹത്തിന്റെ ശുശ്രൂഷകൾ മാത്രമല്ല, അദ്ദേഹത്തിന്റെ എഴുത്തുകളാണ്. ഒസ്താത്യോസ് തിരുമേനി എന്നും അറിയപ്പെടുകയും എന്നും ചർച്ച ചെയ്യപ്പെടുകയും ചെയ്യുന്നതിന്റെ പ്രധാന കാരണം അദ്ദേഹത്തിന്റെ പ്രധാനമായ എഴുത്തുകളും അദ്ദേഹത്തിന്റെ പുസ്തകങ്ങളുമാണെന്ന് പ്രത്യേകം ഓർത്തിരിക്കണം. ഒസ്താത്യോസ് തിരുമേനിയുടെ വേദശാസ്ത്ര ചിന്തകളുടെ വളർച്ചയുടെ 5ാമത്തെ കാലഘട്ടം നിർണ്ണയിക്കാവുന്നത് 1999 മുതലുള്ള കാലഘട്ടമാണ്. ഇത് ഒസ്താത്യോസ് തിരുമേനി തന്നെ നിർണ്ണയിച്ചിട്ടുള്ളതാണ്. അദ്ദേഹം പറയുന്നു, ഏതാണ്ട് 1999 മുതൽ സ്നേഹത്തിന്റെ പ്രവാചകനായിട്ട് ഞാൻ അറിയപ്പെടുന്നു എന്നാണ്. 99-കൾക്ക് ശേഷം, അതായത് 2000 മുതൽ കഴിഞ്ഞ 10-15 വർഷമായിട്ട് അദ്ദേഹം പഠിപ്പിക്കുന്നത് സ്നേഹത്തിന്റെ വേദശാസ്ത്രമാണ്. അതുകൊണ്ട് സ്നേഹത്തിന്റെ പ്രവാചകനാണ്. ഈ സ്നേഹദർശനം ഈ 15 വർഷത്തിലോ 11 വർഷത്തിലോ ഒതുങ്ങുന്നതല്ല. സ്നേഹദർശനം 50-കളിൽ തന്നെ അദ്ദേഹത്തിന്റെ ചിന്തകളിലും എഴുത്തുകളിലും പ്രസംഗങ്ങളിലുമുണ്ട്. പക്ഷേ ഈ 99 മുതലാണ് സ്നേഹത്തിന് മുഖ്യമായ പ്രാധാന്യം നൽകിയിരിക്കുന്നത്. സ്നേഹത്തിന്റെ ഏകമതമെന്ന ഗ്രന്ഥം മുതലാണ് ഇത് നിർണ്ണയിക്കപ്പെട്ടിരിക്കുന്നത്. ആഗോള സ്നേഹത്തെക്കുറിച്ചും മതാതീതമായ സ്നേഹത്തെക്കുറിച്ചുമാണ് ഒസ്താത്യോസ് തിരുമേനി ഈ ഗ്രന്ഥങ്ങളിൽ കൂടി, ഈ പഠനങ്ങളിൽ കൂടി അവതരിപ്പിക്കുന്നത്. ഇങ്ങനെ ഒസ്താത്യോസ് തിരുമേനിയുടെ ചിന്തകളെ 5 തലങ്ങളായിട്ട് നമുക്ക് സംക്ഷിപ്തമായിട്ട് രേഖപ്പെടുത്തുവാനായിട്ട് കഴിയും. അദ്ദേഹത്തിന്റെ ആത്മകഥനാപരമായ രചനകളിലാണ് ഇത് രേഖപ്പെടുത്തിയിരുന്നത്. അദ്ദേഹം പറയുന്നത് ഇങ്ങനെ നമുക്ക് സംക്ഷേപിക്കാൻ കഴിയും: ഞാനൊരു മൗലികവാദിയായിരുന്നു, പിന്നീട് ഞാനൊരു കൺവെൻഷൻ പ്രസംഗകനും എഴുത്തുകാരനുമായി വളർന്നു, തുടർന്ന് ഞാൻ അധ്യാപകനും പ്രസംഗകനുമായി തീർന്നു, വേദശാസ്ത്രജ്ഞനായി തീർന്നു, സ്നേഹത്തിന്റെ പ്രവാചകനായി തീർന്നു. എന്നെന്നും അദ്ദേഹം സ്നേഹത്തിന്റെ പ്രവാചകനായിട്ട് അറിയപ്പെടും. സ്നേഹത്തിന്റെ തേജസ്സാണ്, സ്നേഹത്തിന്റെ വലിയ ഭാവമാണ്, സ്നേഹത്തിന്റെ ചൈതന്യമാണ്. ഡോക്ടർ ഗീവർഗീസ് മാർ ഒസ്താത്യോസ് മെത്രാപ്പോലീത്ത മലങ്കരയുടെ സ്നേഹ തേജസ്സാണ്. എന്നെന്നും ഈ തേജസ് പ്രകാശം പരത്തും. ആ പ്രഭാവലയത്തിൽ മലങ്കര സഭയിലെ മക്കൾ ചിന്തകൾ ആസ്വദിക്കും. മലങ്കര സഭയുടെ മക്കൾ മാത്രമല്ല, ലോകത്ത് എവിടെയുമുള്ള
ബുദ്ധിജീവികൾ, എഴുത്തുകാർ, പ്രസംഗകർ, വേദശാസ്ത്ര വിദ്യാർത്ഥികൾ, വേദശാസ്ത്രജ്ഞന്മാർ ഡോക്ടർ ഗീവർഗീസ് മാർ ഒസ്താത്യോസ് തിരുമേനിയുടെ 60-ൽ പരം ഗ്രന്ഥങ്ങളിൽ കൂടിയുള്ള വലിയ തേജസ്, ചൈതന്യം, വേദശാസ്ത്ര രത്നങ്ങൾ തിരിച്ചറിയും. ഒസ്താത്യോസ് തിരുമേനി മലങ്കരയുടെ സ്നേഹ തേജസ്സാണ്.